ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ്. കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കോട്ടക്കൽ ബൈപ്പാസിൽ ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞ ഭാഗം നമുക്ക് കാണാൻ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ഭാഗത്തുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വട്ടപ്പാറ ഭാഗത്തും ഇതുപോലെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ടാറിങ്ങിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് എല്ലാ ഭാഗത്തും ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ ശേഷിക്കുന്നത്. ഈ ഭാഗത്ത് കാണാം, ഇവിടെ ഹിറ്റാച്ചികളൊക്കെ കാണാം, 4 വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നത്. ഇനി വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് പാറകൾ എടുക്കാനുള്ളത്. ഇവിടെ നല്ല ക്ലിയറായിട്ട് വൺ സൈഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ പാറയൊക്കെ എടുക്കുന്നത് കാണാം നമുക്ക്. ഈ പാറകളൊക്കെ ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ വർക്കുകളും വളരെ വേഗത്തിലാണ് ഇവിടെ നടക്കുന്നത്. ആ കാണുന്ന ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഭാഗത്ത് വളരെ കുറച്ച് ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഇനി ഇവിടെ വർക്ക് നടക്കാനുള്ള ടാറിങ് ഒക്കെ ചെയ്യാനുള്ളത്. ഇവിടെ തന്നെ നമുക്ക് കാണാം, ഈ കാണുന്ന ഒരു വലിയൊരു പാറക്കൂട്ടം മാത്രമാണ് ഇനി ഉള്ളത്. ബാക്കി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഉള്ളത്. ബാക്കിയൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതുതായിട്ട് കോട്ടക്കൽ ബൈപ്പാസിൽ വന്നിട്ടുള്ളത്. കുറേ പേര് വാഹനങ്ങളൊക്കെ ആയിട്ട് ഈ വഴി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വട്ടപ്പാറ ഭാഗത്തും ഇതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം. അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതിന് മുൻഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വട്ടപ്പാറ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. പുതിയ മാറ്റങ്ങൾ, വളരെ വേഗത്തിലുള്ള വർക്കുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഓവർപാസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓവർപാസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് അടിഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ, ഫിനിഷിങ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വൺ സൈഡ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ഇപ്പോൾ ഈ സൈഡിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഏകദേശം ഇവിടെ അടുത്ത് കാണുന്ന ഈ ഭാഗത്ത് വരെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതുതായിട്ട്. ഇത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത്. ഇവിടം വരെയാണ് ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിന് വൺ സൈഡിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്തും ലൈൻ മാർക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്താണ് ഇനി ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് ചെയ്യാനുള്ളത്. അവിടുന്ന് അങ്ങോട്ടുള്ള കോട്ടക്കൽ ഭാഗത്തേക്കും അതുപോലെ ഹൈവേ ഇപ്പോൾ ആ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു നമ്മൾ കണ്ട ഓവർപാസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരികയാണ്. അങ്ങനെയാണ് കോട്ടക്കൽ ഭാഗത്തേക്ക് ഇപ്പോൾ പഴയ നമ്മുടെ ഹൈവേയിലേക്കൊക്കെ വാഹനങ്ങൾ പോകുന്നത്. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇനി പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതാണ് വരുന്നത്. ഇതാണ് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. കണ്ടില്ലേ, ആ ഭാഗത്തേക്ക് നോക്കാം നമുക്ക്. ആ വരുന്ന ലോറി വരുന്ന ആ ഭാഗത്തു നിന്നാണ് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഹൈവേയിലേക്ക് വന്ന് കയറുന്നത്. ഇതാണ് കയറുന്നുണ്ട് ആ കാണുന്നത്. അങ്ങനെയുള്ള ഒരു മർച്ചിങ് പോയിൻറ്റും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് കോട്ടക്കലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇനി ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു വഴിയും കൂടെ. ഇനി നമുക്ക് മുന്നോട്ടാണ് പോകാനുള്ളത്. മുന്നോട്ട് പോകുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഹൈവേയിൽ ഈ സൈഡിലുള്ള മണ്ണുകൾ നീക്കാനുണ്ട്. അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കുകളൊക്കെയാണ് ഇനി ആ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് വരാനുള്ളത്. ഇതാണ് ഒരു തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു ബസ്, തൃശ്ശൂർ ബസ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാം, ഉപദേശമായിട്ട് കൂട്ടണ്ട. ഞാൻ കണ്ടൊരു കാര്യം പറയുകയാണ്. ഹൈവേയിൽ ഇപ്പോൾ പല ഭാഗങ്ങളിലും വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയ ഭാഗത്തൂടെ പോകുന്നത്. ഇതുപോലുള്ള ഭാഗത്തൂടെ നമ്മൾ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിലാണ് എല്ലാവരും യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചില ഭാഗത്തൊക്കെ ഫിനിഷിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കമ്പനീൻ്റെ വർക്കിൻ്റെ വണ്ടികൾ, അതുപോലെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കിൻ്റെ വണ്ടി കുറച്ച് മുന്നേ വരുന്ന, ഇപ്പോൾ നമ്മൾ പോകുന്ന കുറച്ച് മുൻഭാഗത്ത്
വരുന്ന ഒരു ഓവർപാസ് ഉണ്ട്. ഓവർപാസിൻ്റെ കുറച്ചപ്പുറത്തേക്ക് കടക്കുമ്പോൾ ആ ഭാഗത്ത് ഒരു സോയിൽ നെയിലിങ്ങിൻ്റെ മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീന് അവിടെ വർക്ക് ചെയ്യുന്ന വണ്ടിയായിരുന്നു. അത് രാത്രി കാലത്താണെന്ന് തോന്നുന്നത് ഒരു ലോറി വന്നിട്ട് അതിലിടിക്കുകയുണ്ടായി. അതിൻ്റെ മുൻഭാഗം ഫുള്ളായിട്ട് അങ്ങനെയൊക്കെ തകർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡ് വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെയുള്ള മെഷീനറീസ് ട്രാക്ടറുകളൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാവാറുണ്ട്. ഇതാണ് കാണാം നിങ്ങൾക്ക് ഈ സൈഡിൽ തന്നെ ഇപ്പോൾ ഒരു ലോറി കാണാം. അതാണ് ഇവരെ മെഷീനറിയിലാണ് വന്ന് ഇടിച്ചിട്ടുള്ളത്. ഇവർ സോയിൽ നെയിലിംഗ് വർക്ക് നടക്കുന്നത് ആ വണ്ടിയാണ്, അതിൻ്റെ മെഷീനും അതിലാണ് ഒരു ലോറി വന്നിടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഹൈവേയിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പോവുക. വളരെ ഫാസ്റ്റായിട്ട് പോവാറായിട്ടില്ല. വർക്കുകൾ പല ഭാഗങ്ങളിലും ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളത്, നമ്മൾ കണ്ട ഒരു കാര്യം പറഞ്ഞതാണ്. നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ വട്ടപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോൾ ടോൾ പ്ലാസൻ്റെ അടുത്ത് വന്നപ്പോൾ പുതിയൊരു മാറ്റങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അത് ഇവിടെ കാണാം നമുക്ക് പുതുതായിട്ട് ട്രാക്കുകളൊക്കെ വരച്ചിട്ടുണ്ട്. ട്രാക്കുകൾ വരച്ച് ഇവിടെയൊക്കെ വരുമ്പോൾ കാണാം സിമെൻറ്റൊക്കെ ചെയ്തത്, പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഹമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് കാണാൻ നമുക്ക് സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും വേഗത്തിൽ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വട്ടപ്പാറ ഭാഗത്തേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഇവിടെ എന്തൊക്കെ പുതിയതായിട്ട് ഇനി വന്നിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന്. അപ്പോൾ ഇവിടെ കാണുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇവിടെ കാണാം ഒരു കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സേഫ്റ്റിക്കുള്ള കുറച്ച് കമ്പികൾ. പിന്നെ ഇവിടെ ലൈറ്റുകളൊക്കെ ഫുള്ളായിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് ടെസ്റ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതേത് സമയത്തും ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കാണാം. പിന്നെ ഇവിടെ ക്യാമറ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്യാമറയൊക്കെ നമ്മൾ കാണിച്ചതാണ്, ക്യാമറയൊക്കെ സെറ്റ്. ഇവിടെയൊക്കെ ഇതാണ് ഇവരെ സെൻസർ നിലത്ത് കാണാം നിങ്ങൾക്ക് ഒരു കറുത്ത അതൊക്കെ സെൻസറുകളാണ്. സെൻസറുകൾ വെച്ചിട്ടുള്ള ഒരു ട്രാക്കുകളാണ്. പിന്നെ ഇവിടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പുതുതായിട്ടൊരു കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ഹോള് ഇട്ടിട്ട് കാണാം നമുക്ക്. ഹോള് കണ്ടില്ലേ? ഈ ഹോളിൽ കൊടുക്കാനുള്ളതാണ്. ഇതൊരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള ഒരു തൂണുകൾ അങ്ങനെ എന്തോ സംഭവമാണ്. എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല, ഞാനവിടെ അങ്ങനെ നോക്കിയെന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടും ട്രാക്കുകളൊക്കെ വരച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കണ്ടിട്ട് അറിയാം നിങ്ങൾക്ക്. പിന്നെ എല്ലാ ഭാഗത്തും ക്യാമറയാണ് കേട്ടോ, ഫുള്ളായിട്ട് ക്യാമറയാണ്. എല്ലായിടത്തും ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള. ഇതൊക്കെ ഇരിക്കുന്ന ഈ റൂമിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു ഇതാണ്, ഒരു സേഫ്റ്റി ഗാർഡാണത്. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഷീറ്റും വന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങൾ. അങ്ങനെയാണ് ഇതിവിടെ കൊടുക്കുന്നത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആണ് ലൈറ്റൊക്കെ വെച്ച്, അങ്ങോട്ട് കാണുമെന്ന് തോന്നില്ല. ഇതാണ് മുകൾ ഭാഗത്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇതാണ് നമ്മുടെ ഈ ഇതിൽ ഇങ്ങോട്ട് താന്ന് വരുന്ന ഈ റാഡ്. ഇതാണ് ഇതൊരു സ്പോഞ്ചാണ്, സ്പോഞ്ചിൻ്റെ ഒരു ഇതാണ്. ഇതൊരു മെഷീനാണ്. ഈ മെഷീൻ ഉപയോഗിച്ചായിരിക്കും. ഇതാണ് സംഭവം. ഇതെങ്ങനെ അങ്ങോട്ട് ഇത് സ്റ്റോപ്പായിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവമുള്ളത് ഇതിൻ്റെ. അപ്പം നമുക്കിനി മറ്റുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം. നമ്മൾ ടോൾ പ്ലാസൻ്റെ കുറച്ച് മുൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം വീണ്ടും ഒരു ക്യാമറ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ക്യാമറയാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു ക്യാമറ, ഫുള്ളായിട്ട് ക്യാമറയാണ്. കുറച്ച് മുൻഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ക്യാമറ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ക്യാമറൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. അവിടെ ഒരു ക്യാമറ, അങ്ങോട്ടൊരു ക്യാമറ, ഇങ്ങോട്ടൊരു ക്യാമറ, അങ്ങനെ ഒരുപാട് ക്യാമറകൾ, സെൻസറുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള കളികളും നടക്കില്ല. ഫുൾ ക്യാമറകളാണ്. അവിടെയാണ് വേറൊരു ക്യാമറ വരുന്നത്. അവിടെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ കഞ്ഞിപ്പുര കരിപ്പോള് ഭാഗത്തുനിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വട്ടപ്പാറ ഭാഗത്തേക്ക് ഏകദേശം അവിടെയാണ് വട്ടപ്പാറ പാറയൊക്കെ ഉള്ള ആ മണ്ണ് കൂനൊക്കെ ഉള്ള ഭാഗം. അവിടെ മണ്ണിടിച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളത് കാണാം, ലൈൻ മാർക്കിംഗ് നടക്കുന്നുണ്ട്. വളരെ വേഗത്തിലുള്ള വർക്കുകൾ ഈ ഭാഗത്ത് നടക്കുന്നത് കാണാം. ലൈൻ മാർക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ടാറിങ് കഴിഞ്ഞു, അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത്. ഫൈനൽ കോട്ട് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തും. ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് അവിടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെ എന്താണ് ഇപ്പോൾ പുതുതായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ക്രാഷ് ബാരിയർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. അത് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് വരെ നടന്നു. അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ കമ്പികൾ മാത്രമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെയാണ് നമ്മുടെ വട്ടപ്പാറ കുന്നിടിച്ചുള്ള വർക്കുകളൊക്കെ നടക്കുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം ആ ഭാഗത്തൊക്കെ പുതുതായിട്ട് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇവിടെ താഴ്ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു കോൺക്രീറ്റിൻ്റെ വാളൊക്കെ വർക്ക് നടന്നതിൻ്റെ അതിൻ്റെ പകുതിയോളമായിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ വാള്. ഇവിടെ ഇപ്പോഴും കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ ഭാഗത്താണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ സർവീസ് റോഡ് കടന്നു പോകുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് വാള് വരുന്നത്. അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇനി വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ഭാഗത്തും കൂടെ ഇവിടെ മണ്ണെടുക്കാനുള്ളതെന്ന് തോന്നുന്നത്. ഇവിടെ നിന്നൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇനി അവിടെ വല്ലാതെ ഒന്നും മണ്ണെടുക്കേണ്ടി വരില്ല. ഇവിടെ നമുക്ക് കാണാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരെ മെറ്റൽ ചെയ്തത് കാണാം. നമുക്ക് ഇത്രയും ഭാഗത്തേക്ക് മെറ്റൽ ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ ഇവിടെ ഈ കുറച്ച് ഭാഗത്ത് മാത്രമാണ് മണ്ണ് എടുത്ത് മാറ്റാനുള്ളത്. കാണാം നമുക്ക് ഇവിടുന്ന് ആ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് വയഡക്റ്റ് കാണുന്നുണ്ട്. വയഡക്റ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് മണ്ണ് ലെവലിങ് ചെയ്ത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള വലിയ പാറകളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് മണ്ണാണ് ഈ ഭാഗത്ത്. ഇതൊക്കെ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എടുത്ത് മാറ്റുന്നതായിരിക്കും. പിന്നെ താഴ്ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള പാറകൾ ഇങ്ങനെ ഉരുള കല്ലുകൾ പോലെ ആയിട്ടുണ്ട്. അത് എടുത്ത് മാറ്റുന്നൊരു പോലെയാണ്. അത് അങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന രീതിയിലല്ല തോന്നുന്നത്. കാണാം ആ ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡ് കടന്നു പോവുക. സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ആ വാഹനങ്ങളൊക്കെ നിൽക്കുന്നത്. ആ ഭാഗം അതുപോലെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ടാവുള്ളൂ. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ JCBയും മറ്റുള്ള വാഹനങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ്. ഇവിടെ ഫുള്ള് ഇളക്കിയിട്ട പോലെയാണ് കിടക്കുന്നത്. ഇനി ഈ മണ്ണുകളൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അവിടുന്ന് കണ്ട പോലെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മെറ്റൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടെയും മെറ്റൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മളിനി അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണുന്ന ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. കാണാൻ നമുക്ക് അവിടെയുള്ള കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുപോകണേ. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടല്ല, അവിടെയൊക്കെ വലിയ പീസാക്കിയിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. വലിയ പാറകൾ അതുപോലെയുള്ള ലോറിയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് കാണാം ഈ കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണുകളുള്ളത്. ഇവിടം വരെ ഇവർ മെറ്റൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ വളരെ കുറച്ച് ഭാഗത്താണ് ഇനി നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് വർക്കുകൾ നടക്കാനുള്ളത്. അവിടെ കാണാം പൊട്ടിച്ചെടുക്കുന്നത്. അവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് മുകളിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ മുകളിൽ ഭാഗത്ത് നിന്ന് മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി വരുന്ന ഭാഗത്ത് മുൻഭാഗത്ത്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്ത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം ഇതാണ് സർവീസ് റോഡ്. ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല എന്ന് തോന്നുന്നത്. നമ്മൾ നേരത്തെ അവിടെയൊക്കെ കാണിച്ച ആ സർവീസ് റോഡില്ലേ, ആ സർവീസ് റോഡ് പഴയ റോട്ടിലൂടെയാണ് സർവീസ് റോഡായിട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ ഭാഗത്ത് തന്നെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നല്ല ചുമന്ന മണ്ണ്, നല്ല നനവുള്ള മണ്ണ് കേട്ടോ. ഇത് കിണറിൻ്റെ അടിയിലെത്തിയ പോലെ ഉണ്ട്. അത്രയും ഹൈറ്റിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയാണ്. ഇവിടെ കാണാം ഈ ഭാഗത്തുള്ള ഇത്രയും ഭാഗത്തുള്ള മണ്ണെടുത്ത് അവിടെയാണ് നമ്മുടെ സർവീസ് റോഡ് പോകുന്നത്. ആ JCB ആ വണ്ടിയൊക്കെ നിൽക്കുന്ന അത്രയും ഭാഗത്തൂടെയാണ് സർവീസ് റോഡ് കടന്നു പോവുക. അവിടെ നിന്ന് അങ്ങോട്ട് താഴത്താണ് നമ്മുടെ വയഡക്റ്റിൻ്റെ സൈഡിലൂടെ സർവീസ് റോഡ് കടന്നു പോവുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണാണ് ഇനിയുള്ളത്. മണ്ണ് എടുത്ത് മാറ്റാൻ വളരെ വേഗത്തിൽ ഇവർ തീർക്കുന്നതാണ്. അവിടെ മാത്രമാണ് പാറ ഉള്ളത്. ആ പാറകൾ എടുക്കുന്നുണ്ട്. ഇവിടെ താഴ്ഭാഗത്തേനെ കാണാം
ഇതൊരു വേറെ ദൂര സ്ഥലങ്ങളിലേക്ക് എങ്ങോട്ടോ കൊണ്ടുപോകാണ് തോന്നുന്നത്. അതുകൊണ്ട് കല്ലുകളൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കമ്പനി വാഹനം എല്ലാം തോന്നുന്നത്. അവരെ KNRCൻ്റെ ഇതൊന്നും കാണുന്നില്ല. ഇത് കുറച്ച് വലിപ്പം കൂടിയ ഒരു ലോറിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാണാം നമുക്ക്. അങ്ങനെയുള്ള ലോറിയിലേക്ക് ഇവർ കയറ്റി കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. അങ്ങനെ ഈ ഭാഗത്തു നിന്ന് തന്നെ മെറ്റൽ ചെയ്ത ഭാഗത്തൂടെ ഇവർ ഇങ്ങനെ വണ്ടി കടന്ന് വന്നിട്ടുണ്ട് ഇവിടേക്ക്. ഇവിടെയും കുറച്ച് ഭാഗത്ത് പാറയുണ്ട്. ആ പാറകൾ എടുക്കാനുണ്ട്. ഏകദേശം ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് അല്ലെ 2 ആഴ്ച കൊണ്ട് ഇവിടുത്തെ ഫുൾ വർക്കുകൾ തീരാവുന്ന ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം വയഡക്റ്റ് കാണുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. ഇവിടെ വർക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഭാഗത്ത് സോയിൽ നീലിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ റോഡ് ഒരു ചെറിയൊരു സർവീസ് റോഡ് ചെറിയൊരു കാഴ്ചകൾ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആള് നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.